ഇന്ത്യ US വ്യാപാര യുദ്ധം അധികനാൾ നീണ്ടു നിൽക്കില്ല എന്നും ഇത് വെറും താൽക്കാലികം മാത്രമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വേൾഡ് എക്കണോമിക് ഫോറം CEO ആയ ബോർജ് ബ്രെഗിഡ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പല സാമ്പത്തിക വിദഗ്ധന്മാരടക്കം വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ട്രംപോ മോദിയോ ഇതുവരെയും മുഖാമുഖം സംസാരിക്കുകയോ വീണ്ടും ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല ട്രംപ് ആകട്ടെ ഇപ്പോഴും ഇന്ത്യയെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് വീണ്ടും ഇത്തരമൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. ഇന്ത്യ US ബന്ധം ഉടൻ തന്നെ സാധാരണ നിലയിലേക്ക് വരുമെന്ന് പറയുകയും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബന്ധത്തെ ഏതാനും ദിവസങ്ങളിൽ ഉണ്ടായ സംഘർഷങ്ങൾ കാരണം ഇല്ലാതാക്കുവാൻ സാധിക്കില്ല എന്നതാണ് ഈ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ പ്രതികരണം വന്നതും. ഇന്ത്യയും US തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സഹകരണമാണുള്ളത്. അടുത്തിടെ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇത് ഉടൻ മാറുമെന്നും വിശ്വസിക്കുന്നു. ഏറ്റവും വലിയ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാരിലല്ലാതെ പ്രവർത്തിക്കാനാകില്ല. ഇന്ത്യൻ പൗരന്മാർ US സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. ലോകത്തിലെ മറ്റ് ഏതൊരു രാജ്യത്തെക്കാളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ ജനപ്രിയനായിരുന്നു. മഹത്തായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുവാനും കൂടുതൽ ശക്തമായി തന്നെ ബന്ധം പുനഃസ്ഥാപിക്കുവാനും സമയം വേണ്ടിവരും. ഇന്ത്യ US ബന്ധം വളർത്തിയെടുക്കുവാനും ശക്തമാക്കുവാനും ഇരു രാജ്യങ്ങളും താല്പര്യം ഉന്നയിക്കുന്നുണ്ട്. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് എന്നത് അമേരിക്കക്കാർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് എന്നും അദ്ദേഹം ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഇതിനു മുൻപും മറ്റൊരു സാമ്പത്തിക വിദഗ്ധനടക്കം ഇത്തരത്തിൽ US ഉടൻ തന്നെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ അത് നീക്കം ചെയ്യുമെന്ന വിലയിരുത്തൽ നടത്തി രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്ക് മേൽ ട്രംപ് ചുമത്തിയ അധിക തീരുവ ഉടൻ തന്നെ പിൻവലിച്ചേക്കുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ടായിരുന്നു മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ ബി അനന്ത നാഗേശ്വരൻ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം US പ്രതിനിധികൾ ഇന്ത്യയിലെത്തി വ്യാപാര ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇത് നൽകുന്നത് ഒരു ശുഭസൂചനയാണെന്നും പറയുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഒരു കൈ കൊടുക്കാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നതായും പറയുന്നു. ഇത്രയും നാൾ US നിന്നുള്ള സാമ്പത്തിക വിദഗ്ധർ അടക്കം വിലയിരുത്തിയത് ഇനി US ഒരു ബന്ധത്തിന് ഇന്ത്യ മുതിരില്ല എന്നതായിരുന്നു. ഇക്കാര്യം ട്രംപിന് മനസ്സിലായതോടെ ആകണം മോദിയെ അനുനയിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 അദ്ദേഹം പയറ്റി നോക്കി. എന്നാൽ ട്രംപിന്റെ ഒരു വാക്കുപോലും മോദി ചെവി കൊടുത്തില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മാത്രമല്ല പരസ്യമായ രഹസ്യം പോലെ തന്നെ റഷ്യയുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തു. എണ്ണ വാങ്ങുന്നത് കൂടുകയല്ലാതെ കുറയുകയും ചെയ്തില്ല. കഴിഞ്ഞ ദിവസം പോലും ട്രംപ് ആകട്ടെ മോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരികയും എന്നാൽ ഇതിനോട് വലിയ രീതിയിൽ പോലും പ്രതികരിക്കാൻ മോദി തയ്യാറായില്ല എന്നതും നമ്മൾ കണ്ട കാര്യമാണ്. ഇപ്പോൾ സാമ്പത്തിക ഉപദേഷ്ടാവായ അനന്ത നാഗേശ്വരൻ പറയുന്നത് ചില ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ പിഴ തീരുവ നവംബർ 30 തന്നെ അതിനുശേഷം അല്ലെങ്കിൽ ഒക്ടോബറോട് കൂടി തന്നെ ഇത് പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് പറയുന്നത്. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്തരമൊരു പരാമർശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നതും വലിയൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.